CPM വിട്ട് BJPയിൽ ചേർന്നതിന് വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് കോടഞ്ചേരി സ്വദേശി എഡ്വിന ചാക്കോ ആണ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു എഡ്വിനയുടെ അമ്മയും സഹോദരങ്ങളും CPM വിട്ട് BJPയിൽ ചേർന്നത്. CPM പ്രവർത്തകരുടെ മർദ്ദനത്തിന്റെയും ഭീഷണിയുടെയും വീഡിയോ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ കാണാം. ഗോകുൽ ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചേരുന്നു. CPM വിട്ട് BJPയിലേക്ക് ചേരുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലെ റിപ്പോർട്ടിൽ പോലും പരാമർശിക്കപ്പെടുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഈ വീട്ടിൽ കയറി മർദ്ദിക്കേണ്ട സാഹചര്യത്തിലേക്ക് എങ്ങനെയാണിത് വന്നത്? ഞായറാഴ്ചയായിരുന്നു കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കോടഞ്ചേരിയിൽ നിന്ന് ഏകദേശം 12ഓളം വരുന്ന CPM പ്രവർത്തകരായിട്ടുള്ള ആളുകൾ CPMൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് ചേർന്നത്. അതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ ഒരു അക്രമം ഉണ്ടായിരുന്നത്. അന്ന് രാത്രിയും ചൊവ്വാഴ്ചയുമായിട്ട് 2 ദിവസങ്ങളിലായിട്ട് വീട്ടിൽ കയറി മർദ്ദിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കോടഞ്ചേരി പോലീസിൽ എഡ്വിന ചാക്കോ പറയുന്ന പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വനിതകൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ കയ്യേറ്റം ചെയ്യുകയും പിടിച്ചു തള്ളുകയും ചെയ്തതായിട്ട് പരാതിയിൽ പറയുന്നുണ്ട്. ഇവർ നേരത്തെ തന്നെ CPM കുടുംബമായിരുന്നു. എന്നാൽ 2022 മുതൽ പല കാരണങ്ങളാൽ CPMൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു. അകന്നു കഴിയുമ്പോഴും CPMുമായി ബന്ധം പുലർത്തുകയും CPMന്റെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. CPMന് ഒരു വിഭാഗം നേതാക്കളോട് മാത്രമായിരുന്നു വിയോജിപ്പ്. എന്നാൽ ആ വിയോജിപ്പിന് പരിഹാരം കാണാൻ CPMന് സാധിക്കാതെ വന്നതോടുകൂടിയിട്ടാണ് അവർ CPMന്റെ അക്രമ രാഷ്ട്രീയത്തിലും CPMന്റെ കെടുകാര്യത്തിലും ഒക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് BJPയിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്നു തന്നെ നേരത്തെ ഇവരുമായിട്ട് അകൽച്ചയുള്ള അല്ലെങ്കിൽ ഇവരെ വെല്ലുവിളിക്കുകയും ഇവർക്ക് നേരെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന 11ഓളം ആളുകൾ വന്ന് അക്രമം നടത്തിയതായിട്ടാണ് പറയുന്നത്. കോടഞ്ചേരി സ്വദേശികളായിട്ടുള്ള അരുൺ രാജ്, ജോയല്, നിഖിൽ തുടങ്ങിയവരും കണ്ടാലറിയാവുന്ന മറ്റ് 7 പേരും ചേർന്ന് അക്രമം നടത്തിയതായിട്ടാണ് കോടഞ്ചേരി പോലീസിൽ പരാതി നൽകിയത്. BJP കോഴിക്കോട് റൂറൽ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഈ മലയോര മേഖലയിലൊക്കെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് BJPയിലേക്ക് CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. BJP ഇപ്പോൾ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ പാർട്ടി വിട്ട് വരുന്ന BJPയിലേക്ക് വരുന്ന ആളുകളെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അവർക്കിതായിരിക്കും ഉണ്ടാവാൻ പോകുന്ന അനുഭവം എന്ന ഒരു ഭീഷണി സന്ദേശമാണ് ഇത്തരത്തിൽ ഈ അക്രമം നടത്തുന്നതിൽ കൂടി CPM അവരുടെ അണികൾക്ക് നൽകുന്ന സന്ദേശം എന്നാണ് BJP പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോടഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയ സമയത്ത് പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നൊരു ആരോപണം ഈ കുടുംബം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. പിന്നെ BJPയുടെ ഒക്കെ ശക്തമായ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടഞ്ചേരി പോലീസ് പരാതി രജിസ്റ്റർ ചെയ്യാനും FIR ഇട്ട് കേസ് അന്വേഷിക്കാനും ഒക്കെ തയ്യാറായത് എന്നൊരു ആരോപണവും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വീണ. ഓക്കെ, ഗൂഗിൾ വിവരങ്ങൾ നൽകുകയായിരുന്നു. CPM വിട്ട BJPയിൽ ചേർന്നതിനാണ് വീട്ടിൽ കയറി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കോടഞ്ചേരി സ്വദേശി എഡ്വിന ചാക്കോ ആണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കാണാം. എന്താ